പ്രതിബന്ധങ്ങളുടെ കോട്ടകൾ തകർത്ത് കോട്ട നിരത്തിലിറങ്ങി. തൊടുപുഴ നെടുങ്കണ്ടം റൂട്ടിലാണ് കോട്ട ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഉടമയായ ലിൻഡോ നടത്തിയ 8 വർഷത്തെയും നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ബസ് നിരത്തിലിറങ്ങിയത്. തൊടുപുഴയിൽ നിന്നും ഗ്രാമീണ മേഖലകളായ വണ്ണപ്പുറം, ചേലച്ചൂട്, മുരിക്കാശ്ശേരി, പെരിഞ്ചാംകുട്ടി, ബദേൽ, മേലെച്ചിന്നാർ, പച്ചടി വഴി ഏലമലകളുടെ നാടായ നെടുങ്കണ്ടത്തേക്ക് ഒരു സർവീസ്. 2018 ഇങ്ങനെ ഒരു സർവീസ് ആരംഭിക്കുന്നതിനായി വെള്ളിയാമറ്റം സ്വദേശി കോട്ടയിൽ ലിൻഡോ ഇടുക്കി RTO ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷ പരിഗണിക്കവേ വിവിധ രേഖകളുടെ അഭാവം മൂലം നടന്നില്ല. തുടർന്ന് 2023 ബസ് വാങ്ങി വീണ്ടും അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ താൽപ്പര്യക്കുറവും ചില സ്വകാര്യ ബസ് ഉടമകളുടെ എതിർപ്പും തടസ്സമായി. പലതവണ RTO ഓഫീസ് കയറിയിറങ്ങിയിട്ടും നടപടി ഉണ്ടായില്ല. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചു. 8 കൊല്ലമായി ഇതിനു വേണ്ടി മെനക്കെട്ട് നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ 3 വർഷക്കാലം ഈ വണ്ടിയെ തന്നെ സേവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതിന്റെ വണ്ടി മെയിൻ്റനൻസും വണ്ടിക്ക് സേവ് ചെയ്യുന്നത് മാത്രമല്ല, ഈ വണ്ടി ഓടിയില്ലെങ്കിൽ ഇതിന്റെ പേപ്പർ മുഴുവൻ നമുക്ക് വേണമായിരുന്നു. ഇതിന്റെ 10 പ്രാവശ്യം ഇതിന്റെ ഹിയറിംഗ് മാറ്റി വെച്ചു. ഹിയറിംഗ് ഇടണമെങ്കിൽ നമുക്ക് വണ്ടി പക്കായാണല്ലേ നമുക്ക് ഹിയറിംഗ് ഇടാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ അത്രയും നാൾ നമ്മൾ റോഡിൽ ഓടുന്ന അതേ പേപ്പർ ഭാഗമായിട്ട് ഈ 3 കൊല്ലക്കാലം ഈ വണ്ടിയെ സേവ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാനൊരു വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്കായി. നമുക്ക് നിലവിലത് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, നിയമപരമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോഴാണ് കോടതിയെ ഇടപെടേണ്ട ആവശ്യം വന്നത്. കോടതിയുടെ നിരീക്ഷണം നമുക്ക് തരേണ്ടത് തന്നെയായിരുന്നു. അപ്പൊ അതിനുള്ള കോടതി വീണ്ടും അത് കൊടുക്കാനുള്ള ഓർഡർ ഇടുകയാണ് ചെയ്തത്. ഹൈക്കോടതി ഹിയറിംഗിന് ഉത്തരവിട്ടെങ്കിലും ഇതും ഉദ്യോഗസ്ഥർ വൈകിപ്പിച്ചു. വീണ്ടും കോടതിയെ സമീപിക്കുകയും കോടതി തന്നെ സമയം തീരുമാനിച്ച് ഉത്തരവിറക്കുകയും ചെയ്തതോടെയാണ് കോട്ട നിരത്തിൽ ഇറങ്ങിയത്. സാധാരണ അപേക്ഷ നൽകി 2 മാസത്തിനുള്ളിൽ പെർമിറ്റ് ലഭിക്കാവുന്ന സ്ഥാനത്ത് 10 തവണയാണ് ലിൻഡോ ഹിയറിംഗിനായി അലഞ്ഞത്. ഇതിനിടെ 3 വർഷം ബസ് റൂട്ടിൽ ഇറങ്ങാതെ സംരക്ഷിക്കേണ്ടതായും വന്നു. രാവിലെ 6:30 തൊടുപുഴയിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് വണ്ണപ്പുറം വഴി 10:05 നെടുങ്കണ്ടത്ത് എത്തും. തിരികെ 10:45 പുറപ്പെടുന്ന ബസ് 2:45 തൊടുപുഴയിൽ എത്തും. പൊതുഗതാഗത സൗകര്യം പരിമിതമായ ഗ്രാമീണ മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് കോട്ടയുടെ സർവീസ്. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.